ഹലോ ഫ്രണ്ട്സ്, മെദോവിക് ബീഹൈവ് റഷ്യൻ ഹണി കേക്കിൽ നിന്നുള്ള ലൊട്ടോ ലഷാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇറസിസ്റ്റബിൾ ടെംപ്റ്റേഷൻ ഇൻ എവറി ബൈറ്റ് എന്നാണ് പുറമേ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് മിൽക്ക് മെയ്ഡ്, തിക്ക് ക്രീം, വാനില, ഷുഗർ, ലോട്ടസ് ബിസ്കോഫ് സ്വീറ്റ് സ്പ്രെഡ് എന്നിവയാണ്. അവർ വാർണിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റോർ ഇൻ 5 ഡിഗ്രി സെൽഷ്യസ് എന്ന്. ആ 5 ഡിഗ്രിയുടെ ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എഴുതുമ്പോൾ ഒരു കുഞ്ഞു പൂജ്യം മേളി ഇടത്തില്ലേ, അത് വലുതായതുകൊണ്ട് 50C എന്ന് നമ്മൾ വായിക്കും കേട്ടോ. ശരിക്കും അത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൈഡിലായിട്ട് ദ ഇമേജ് ഈസ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഉള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു കേക്കിൻ്റെ ഇമേജാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ശരിക്കും ജസ്റ്റ് ലെയർ മാത്രമേ ഉള്ളൂ. സൈഡിലും മെദോവിക്സ് ബീഹൈവ് റഷ്യൻ ഹണി കേക്ക് ലൊട്ടോ ലഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 228 രൂപയാണ്. 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. നെറ്റ് വെയ്റ്റ് 100 ഗ്രാമാണ്. അതുപോലെ വി യൂസ് ഓൺലി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, നോ മാർഗരീൻ, ക്രീം ഫ്രം 100% ഗ്രാസ് ഫെഡ് കൗസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം പശു പുല്ല് മാത്രമേ തിന്നൂ, അതുകൊണ്ട് പശുവിൻ്റെ പാലും വെജിറ്റേറിയനാണ്. പിന്നെ ഷെൽഫ് ലൈഫ് 7 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് പാക്കിംഗ് ആണ്. ഡേറ്റ് ഓഫ് പാക്കിംഗ് അകത്തുണ്ട് കേട്ടോ, തുറക്കുമ്പോൾ കാണാം. ഇത് എറണാകുളത്ത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, കേരളത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ ബ്രാഞ്ച് പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു സംരംഭം പോലെ ഇവിടെ കാണും, അതായിരിക്കും. പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്, പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സൈഡിൽ പിന്നെ ലൈസൻസ് നമ്പറും FSI നമ്പറും അങ്ങനെയുള്ള ബാക്കി ഒഫീഷ്യൽ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുക. ഞാൻ ശരിക്കും ഈ ടൈപ്പ് കേക്ക് വെജിറ്റേറിയനായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഡ്രീം കേക്ക് ആയാലും അതുപോലെ തന്നെ ബീഹൈവ് റഷ്യൻ ഹണി കേക്ക് ആയാലും എല്ലാം നോൺ വെജാണ് കിട്ടാറ്. ആദ്യമായിട്ടാണ് ഈ മെദോവിക്സിൻ്റെ ബീഹൈവ് റഷ്യൻ ഹണി കേക്കിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരു വെജിറ്റേറിയൻ കേക്ക് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് വാങ്ങിയത്. ഇതിൽ കണ്ടോ, ലെയറായിട്ട് 3 ലെയർ ഉണ്ട്, മുകളിലും നടുക്കും താഴെയായിട്ട്. ഇനി അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കഴിക്കാൻ വേണ്ടി തുറക്കുമ്പോൾ നോക്കാം. അത്യാവശ്യം ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം ഞാനിതൊന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ഭയങ്കര കട്ടിയായി പോകുമോ, തുറക്കുമ്പോൾ ഭയങ്കര, നമ്മൾക്ക് ചില ഐസ്ക്രീമൊക്കെ ഇല്ലേ ഭയങ്കര കട്ടിക്കിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചു. ഇനി നമുക്ക് കഴിക്കാനുള്ള പുറപ്പാട് ചെയ്യാം. സൈഡിലായിട്ട് ഒരു വുഡൻ സ്പൂണ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഐസ്ക്രീമിൻ്റെ കൂടെ കിട്ടുന്ന സ്പൂണില്ലേ, അതുപോലത്തെ ഒരു പ്രത്യേക ഷേപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കോരിയെടുക്കാൻ പറ്റുന്ന ഷേപ്പിലുള്ള ഒരു സ്പൂണൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുള്ള ലേബൽ പോലത്തത് മാറ്റി നോക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഊരി വരും കേട്ടോ. അപ്പോൾ ഉള്ളിലായിട്ട് പാക്കേജ്ഡ് ഡേറ്റും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഉണ്ട്. ബാക്കിയെല്ലാം പ്ലെയിനാണ്. നോർമലായിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇത് ഇങ്ങനെയാണ് ഇരിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടി കാണിച്ചതാണ്. നമുക്ക് ആ ഒരു ലേബൽ, ഡേറ്റിൻ്റെയൊക്കെ ലേബൽ ജസ്റ്റ് ഒന്ന് ചുരണ്ടി മാറ്റാം. എന്നിട്ട് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ഒരു ബട്ടറിൻ്റെയും അതുപോലെ തന്നെ എന്താണ്, എനിക്കൊരു ബോണ്ടിയൊക്കെ തുറക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ കോക്കനട്ടിൻ്റെ മണം കൂടെ കിട്ടുന്നുണ്ട്. അത് ഞാൻ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. പുറത്തായിട്ട് ബിസ്കോഫ് പൗഡർ ഉണ്ട്. അതുപോലെ തന്നെ ബിസ്കോഫിൻ്റെ തന്നെയാണ് സ്വീറ്റ് സ്പ്രെഡ് മുകളിൽ കാണുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ട് നടുക്കായിട്ട്. പിന്നും ബിസ്ക്കറ്റിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പൗഡറായിട്ടുള്ള ഒരു ഇത് അടിയിൽ ലെയറുണ്ട്. അങ്ങനെ 3 ലെയറാണ് വരുന്നത്. മുകളിലുള്ള നല്ല ഒരു സ്പ്രെഡ്, നല്ല ഒരു ബട്ടറി സ്പ്രെഡാണ്. അതിൽ ആ ബിസ്കോഫ് പൗഡറും പിന്നെ എല്ലാം കൂടെയാണ്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം വെജിറ്റേറിയൻ കേക്ക്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ലെയേർഡ് സംഭവം എന്തായാലും അതൊരു കേക്കാണോ, ഇപ്പോൾ ഈ ഡ്രീം കേക്കൊക്കെ പോലെ പല ലെയറുള്ള ഒരു സംഭവം, അതിന് ഈ ഒരു ടേസ്റ്റിൽ കിട്ടുക ശരിക്കും റെയറാണ്. നല്ല ടേസ്റ്റാണ്. മിൽക്ക് മെയ്ഡിൻ്റെ നല്ല തിക്ക് ലെയറുണ്ട്. മിൽക്ക് മെയ്ഡ് ആൻഡ് ക്രീമിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. മിൽക്ക് മെയ്ഡിനേക്കാളും ക്രീമിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്ത് ഈ ഒരു കാരമലൈസ്ഡ് ബിസ്കോഫാണ് ശരിക്കും ഈ ലോട്ടസ് ബിസ്കോഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ഒരു ഡെസേർട്ടാണ് കേട്ടോ. നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. മടുക്കത്തില്ല, അത്രയ്ക്ക് മധുരമില്ല. ക്രീമിൻ്റെയും ഈ ഒരു സ്പ്രെഡിൻ്റെയും ബിസ്ക്കറ്റ് പൗഡറിൻ്റെയും എല്ലാം കൂടെ നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്.
ഏറ്റവും താഴത്തെ ലെയറിന് ലോട്ടസ് ബിസ്കോഫ് പാലിൽ മുക്കി തിന്നുമ്പോഴുള്ള ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് തണുപ്പോടെ കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. ഒരു ഐസ്ക്രീം കേക്ക് പോലെ. ഐസ്ക്രീം കേക്കിൻ്റെ ആ ഒരു ലിറ്ററൽ മീനിങ് അല്ല, പക്ഷേ ഒരു ഐസ്ക്രീമും അല്ല കേക്കും അല്ലാത്തൊരു സംഭവം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇതിൽ ആ ഒരു സ്പ്രെഡാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് കഴിച്ചപ്പോൾ ഞാൻ നല്ല രാവിലെ വിശന്നിരുന്നപ്പോഴാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. ഞാൻ വീട്ടിലുള്ളവർക്കും കൊടുത്തു. ഞാനതാണ്ട് ഈ ഒരു സ്പൂൺ എടുക്കുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്, അതായത് 3 ലെയറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ കട്ട് ചെയ്ത് അവർ അറേഞ്ച് ചെയ്തേക്കുന്ന അതേ രീതിയിൽ കഴിക്കുമ്പോഴാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ്. സോ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും എനിക്ക് പിന്നത്തേക്കുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.